ലഹരി കേസിൽ പ്രതികളായ അധ്യാപകർക്കെതിരെ കാപ്പ ചുമത്താൻ ആഭ്യന്തര വകുപ്പ് നിയമവശം പരിശോധിച്ച ശേഷം വൈകാതെ തീരുമാനമെടുക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ലഹരി നൽകിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. കോടിക്കണക്കിന് രൂപയാണ് ഇവർക്കെല്ലാം കഴിഞ്ഞ കുറെ നാളുകളായി ലഭിച്ചിട്ടുള്ളത്. ഇപ്പൊ അവരെ മുഴുവൻ അറസ്റ്റ് ചെയ്തു, അവരുടെ സ്വത്തുക്കൾ കണ്ടെത്താൻ തീരുമാനിച്ചു. കാപ്പ പോലെയുള്ള നിയമങ്ങൾ അവരുടെ മേൽ ചുമത്താൻ കഴിയുമോ എന്ന് പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. കുട്ടികൾക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കുന്ന അധ്യാപകർ തന്നെ മയക്കുമരുന്ന് എൻ്റെ ഏജന്റന്മാരായി മാറുന്ന അവസ്ഥ കേരളത്തിൽ എത്രമാത്രം അപമാനകരമാണ്. ഇനി കുഞ്ഞുങ്ങൾക്ക് കൂടി ഇത് കൊടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഞാൻ പോലീസുകാരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അവർ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളുടെ കൈകളിൽ MDMA പോലുള്ള മാരകമായ വിഷം കൊടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ സമൂഹം എവിടെ നിൽക്കുന്നു. പ്രശാന്ത് ശങ്കരമംഗലത്താണ് ചേരുന്നത്. പ്രശാന്ത്, ഈ അധ്യാപകർ ലഹരിയുടെ ഏജന്റായി പ്രവർത്തിച്ച സംഭവം വളരെയധികം ഞെട്ടിപ്പിക്കുന്നതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് പറയാനുള്ളത്? ഗൗതം, അധ്യാപികമാരായ കാവ്യ, കീർത്തന, നീഷ്മ എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ നടപടി കടുപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് കാപ്പ കേസ് ചുമത്തുവാനുള്ള ഒരു നീക്കം ആഭ്യന്തര വകുപ്പും പോലീസും നടത്തുന്നത്. അതായത് അതിന്റെ നിയമവശങ്ങൾ, കാപ്പ ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട നിയമവശങ്ങൾ പരിശോധിക്കുമെന്നാണ് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി പറയുന്നത്. ഗൗരവത്തോടു കൂടി തന്നെ കാണേണ്ട വിഷയം തന്നെയാണ് ഈ അധ്യാപികമാർ നടത്തിയതെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. കാരണം നൽകുന്ന വിദ്യാഭ്യാസം പകർന്നു കൊടുക്കുന്ന, അറിവ് പകർന്നു കൊടുക്കുന്ന അധ്യാപികമാർ തന്നെ ലഹരിയുടെ വാഹകരാകുന്നു എന്നത് വലിയ ഗൗരവത്തോടുകൂടി കാണണം. അതുകൊണ്ട് തന്നെ നിയമം ശക്തമാക്കുകയും ഇവർക്കെതിരെയുള്ള നടപടികൾ കടുപ്പിക്കുകയും ചെയ്യണം എന്ന ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ കാപ്പ ചുമത്തുവാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട നിയമവശങ്ങളാണ് നിലവിൽ പരിശോധിക്കുന്നത്. ആ പരിശോധിച്ച ശേഷം കാപ്പ ചുമത്തുന്നതിലേക്കൊക്കെ കടക്കുമെന്നാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ. അപ്പോൾ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടത്, ഈ അധ്യാപികമാർ അവരുടെ വിദ്യാർത്ഥികൾക്കും നൽകിയിട്ടുണ്ടോ എന്ന സംശയവും ഇപ്പോൾ പോലീസിനുണ്ട്. അതുമായി ബന്ധപ്പെട്ട പരിശോധനകളും പോലീസിന്റെ ഭാഗത്തു നിന്ന് നടത്താനുള്ള നീക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കാരണം അത് വളരെ ഗൗരവത്തോടെ കാണണമെന്നാണ് ഇപ്പോൾ പോലീസും പറയുന്നത്. ഇത്തരത്തിലുള്ള ഈ ലഹരി വാഹകരായിട്ടുള്ള അധ്യാപികമാർ, അവരുടെ വിദ്യാർത്ഥികൾക്കും ഇതിന്റെ ലഹരിയുടെ വ്യക്തമാണ്. ഈ അധ്യാപകർ ലഹരി ഏജന്റുമാരായി പ്രവർത്തിച്ച സംഭവത്തിൽ അവർക്കെതിരെ കാപ്പ ഉൾപ്പെടെ ചുമത്തും. മാത്രമല്ല, ഈ അധ്യാപകർ പഠിപ്പിച്ച വിദ്യാർത്ഥികൾക്ക് ഇത് നൽകിയിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണവും അത് സംബന്ധിച്ചുള്ള അന്വേഷണവും നടക്കുന്നുവെന്നാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറയുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.